ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മ പയർ വെച്ചിട്ട് 2 കറിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു അര കപ്പ് രാജ്മ പയർ എടുത്ത് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റാണ്, അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഒരു തക്കാളി, പച്ചമുളകിന് വരെ ഞാനൊരു കുറച്ച് കാന്താരിയാണ് ഞാൻ ചേർക്കുന്നത്, ഒരു 2 ചെറിയ സവാള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി. ഞാനൊരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പുരട്ടി രാജ്മ പയറിന് നല്ല വേവുള്ളതാണ്, അതുകൊണ്ട് മുങ്ങി നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിക്കാം. ഇത് ഞാൻ കടലക്കറിയൊക്കെ വയ്ക്കുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. ഇനി സ്റ്റൗവിൽ വെച്ച് നമുക്കൊരു 4 ഹൈ ഫ്ലെയിമിൽ 4 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3-4 വിസിലും കൂടെ അടിക്കുമ്പോൾ ഇത് വേവും. നല്ല വേവുണ്ട് രാജ്മ പയറിന്. അപ്പം ഒന്ന് വെന്ത് ഉടയുന്നതായിരിക്കും ടേസ്റ്റ്, എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 8 വിസിൽ, കാരണം ചെറിയ തീയിൽ 4ഉം വലിയ ഫ്ലെയിമിൽ 4ഉം വിസിലാണ് ഞാൻ അടുപ്പിക്കാറ്. അപ്പോഴത്തേക്കിനും പയറൊക്കെ നന്നായിട്ട് വെന്തിരിക്കും. നമുക്ക് അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ പയർ വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വെന്ത് കിട്ടണം, എങ്കിലേ അതിനൊരു ടേസ്റ്റ് വരും. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ നല്ലൊരു കൊഴുപ്പും കിട്ടും. പയർ നല്ല ഇത് നമ്മൾ കടലക്കറി വയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, അങ്ങനെ വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ, ദോശയുടെ, ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചു വയ്ക്കാം. അതിനായിട്ടൊരു ചട്ടി എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കുറച്ച് നല്ല ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേറൊരു ഫ്ലേവറാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു 2-3 കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ വറ്റൽമുളകില്ല, വറ്റൽമുളകും ചേർക്കാവുന്നതാണ്. അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറി ഇതിലേക്ക് കോരി വയ്ക്കും. പിന്നെ ഉള്ളിയെല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ശക്കല ഉപ്പിടുകയാണ്. നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതിന് സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഐറ്റം നമുക്ക് തയ്യാറാക്കാം. അത് ഞാൻ ഏത്തക്കായും രാജ്മ പയർ, അതായത് കിഡ്നി ബീൻസും കൂടെ വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 2 ഏത്തക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിനെ ഇനി നമുക്ക് ചീനച്ചട്ടിയിലോട്ട് കടുക് വറുത്തിട്ട് നമുക്കിടാം. ആദ്യം നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഏത്തക്ക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഏത്തക്ക വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് ഏത്തക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്കിന് വെന്ത് വരുമ്പോഴത്തേക്കിന് ഞാൻ നമ്മൾ
കിഡ്നി ബീൻസ് അല്ലെങ്കിൽ രാജ്മ പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വേവണം. വെന്തില്ലെങ്കിൽ അത് കഴിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് വേവിച്ചേക്കുന്നത്. നല്ലോട്ട് വേവണം. ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയത്തിന് നമുക്കിതിൻ്റെ അരപ്പൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കപ്പം ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങായും കുറച്ച് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 കപ്പ് തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ നമുക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ ഏത്തക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രാജ്മ പയറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പയറ് ഉപ്പിട്ട് വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ആവി കയറട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് ഇത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ഷുഗറുകാരുടെ കാര്യം പറയുന്നത് എന്താണ്, എനിക്ക് ഓൾറെഡി ഷുഗറുണ്ട്. അപ്പം ഞാനിങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് ഈ കിഡ്നി ബീൻസൊക്കെ ധാരാളം കഴിക്കണം, ഇതിനകത്ത് പ്രോട്ടീനും ഫൈബർ കണ്ടൻറ്റും ഒക്കെ ഉണ്ടെന്ന്. എനിക്ക് കറക്റ്റായിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല, എന്നാലും ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ്. അപ്പോൾ എനിക്ക് പയർ തനിച്ച് ഇങ്ങനെ നമുക്ക് പുഴുങ്ങി കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ഏത്തക്കായുടെ കൂടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കുഴഞ്ഞാണത് ഇരിക്കുന്നത്, എങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ നമ്മുടെ 2 ഡിഷസ് ഞാൻ രാജ്മ പയർ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തോരൻ റെഡിയായി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ 2 ഡിഷും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 ഡിഷാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.